കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും മൊസാദ് ചാരനുമായ ജെഫ്രി എപ്സ്റ്റിൻ്റെ ഫയലുകളിൽ ഇന്ത്യയിൽ നിന്ന് പുതിയ ഒരാളുടെ പേരുകൂടി വന്നിരിക്കുകയാണ്. മോദിയെപ്പറ്റി പുസ്തകങ്ങൾ രചിക്കുകയും മോദി എഴുതി എന്ന് പറയപ്പെടുന്ന കവിതകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്ത രവി മന്ദയാണ് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകളിൽ വന്ന മറ്റൊരു പേര്. പ്രമുഖ വ്യവസായിയാണ് രവി മന്ദ. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട രേഖകളിൽ 2017 രവി മന്ദ എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്തതായി വ്യക്തമാകുന്നു. എപ്സ്റ്റീൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും പ്രോട്ടോക്കോളുകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി മെയിലിൽ നിന്ന് വ്യക്തമാകുന്നു. ജനുവരിയിൽ തമ്മിൽ കണ്ട കാര്യം ജെഫ്രിയെ ഓർമ്മിപ്പിക്കുന്നു. മികച്ച 1 മണിക്കൂർ നേരത്തെ സംഭാഷണമാണ് നടന്നതെന്നും മെയിലിൽ വ്യക്തമാക്കുന്നു. ജിനോ യു എന്ന വ്യക്തി വഴിയാണ് എപ്സ്റ്റീൻ രവി മന്ദയെ പരിചയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തികൾക്ക് ആരോഗ്യ പരിപാലനം നൽകുന്ന ട്രെയിനറാണ് താൻ. അങ്ങനെയാണ് എപ്സ്റ്റീനെ ബന്ധപ്പെടുന്നതെന്നാണ് മന്ദയുടെ വിശദീകരണം. റിച്ചാർഡ് ബ്രൻസൺ, ദീപക് ചോപ്ര തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ തൻ്റെ അടുത്ത് ചികിത്സക്ക് വന്നിരുന്നു. ആ രീതിയിൽ തൻ്റെ ഒരു ക്ലയൻറ്റ് മാത്രമാണ് ജെഫ്രി എപ്സ്റ്റീൻ. വ്യക്തിപരമായ മറ്റൊരു ബന്ധവുമില്ലെന്നാണ് രവി മന്ദ അഭിപ്രായപ്പെടുന്നത്. US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഫയലുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അനിൽ അംബാനി, കേന്ദ്രമന്ത്രിയായ ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവരുടെ പേരുകൾ ഇടം പിടിച്ചിരുന്നു. ഹർദീപ് സിംഗ് പുരി എന്ന പേരിൽ 46 തവണയും ഹർദീപ് എന്ന് 430 പ്രാവശ്യവും എപ്സ്റ്റീൻ ഫയലുകളിൽ കേന്ദ്രമന്ത്രിയെ പരാമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഹർദീപ് സിംഗ് പുരിയും രവി മന്ദയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ എപ്സ്റ്റീൻ ഫയലിൽ വരുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള സംശയം ബലപ്പെടുകയാണ്.